അപ്പോൾ ജോബി, ഇതാ വേറൊരു പ്രോബ്ലം കൈനമാറ്റിക്സിൽ. A stone is thrown upward with a velocity of 20 meters per second from the top of a cliff 100 meters high. 1 second later, another stone is dropped from the same point. Will the stones cross each other before they strike the ground? If so, where? What if the second stone was dropped 2 seconds later? 3 seconds later? Okay, അപ്പോൾ ഇവിടെ ഒരു ക്ലിഫ് ഉണ്ട്. ഓക്കെ, ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഒരു ഗ്രൗണ്ട്, ഇതാണ് ഗ്രൗണ്ട്. പിന്നെ ഒരു ക്ലിഫ് ഉണ്ട്, ഇതാണ് ക്ലിഫ്. അപ്പൊ ഈ ക്ലിഫിന്റെ മുകളിൽ നിന്ന് 2 കല്ല്, ഓക്കെ, ഒരു കല്ലിനെ മുകളിലേക്ക് എറിയാണ്. അപ്പോൾ ഒരു കല്ലിനെ മുകളിലേക്ക് എറിയാണ് കേട്ടോ. ഒരു കല്ലിനെ മുകളിലേക്ക് എറിയാണ്. വേറൊരു കല്ലിനെ ഡ്രോപ്പ് ചെയ്യണം. ആദ്യത്തെ കല്ലിനെ മുകളിലേക്ക് എറിയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട്, അത് 1 സെക്കൻഡ് ആവാം, 2 സെക്കൻഡ് ആവാം, 3 സെക്കൻഡ് ആവാം, എന്തായാലും കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കല്ല് താഴേക്ക് എറിയണത്. ഓക്കെ, ഇവിടെ ജി വന്നിട്ട് 10 meters per second square. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് ഇവർ ക്രോസ് ചെയ്യോ, അങ്ങനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ എവിടെയാ ക്രോസ് ചെയ്യാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 കല്ലിന്റെയും ഇക്വേഷൻസ് ഓഫ് മോഷൻ എഴുതാം. ഓക്കെ, ആദ്യത്തെ കല്ലിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ, ഓക്കെ, നമ്മുടെ ഒറിജിൻ വന്നിട്ട് ഈ ക്ലിഫിന്റെ ടോപ്പാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ x=0. പിന്നെ ഇവിടെ ഇതിന് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലെ ഇതേമാതിരി നമ്മൾ 2 കല്ലിന്റെ കാര്യം വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തിരുന്നു ഇതിനു മുമ്പ്. അപ്പൊ അതിൽ പക്ഷേ 2 കല്ലും താഴേക്കാണ് പോകണ്ടായിരുന്നത് അല്ലേ. ഇത് അങ്ങനെയല്ല, ഇത് ഒരു കല്ലിനെ മുകളിലേക്ക് എറിയാണ്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു, അവിടെ എല്ലാ മോഷനും താഴേക്കായതുകൊണ്ട് നമുക്ക് ആ താഴത്തെ ഡയറക്ഷൻ പോസിറ്റീവായിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ നമുക്ക് 2 ഡയറക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോ നമ്മൾ ആസ് യൂഷ്വൽ മുകളിലത്തെ ഡയറക്ഷനെ പോസിറ്റീവായിട്ടും താഴത്തെ ഡയറക്ഷനെ നെഗറ്റീവായിട്ടും എഴുതാം. അപ്പൊ നമ്മുടെ കൺവെൻഷൻ വന്നിട്ട് അപ്പ് പോസിറ്റീവ്, ഡൗൺ നെഗറ്റീവ്. നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കാണ് ആക്ട് ചെയ്യണത്. അപ്പോൾ അതിനെ നെഗറ്റീവായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. കാരണം ഡൗൺവേർഡ് ഡയറക്ഷനെ നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കല്ലിന്റെ പൊസിഷൻ x1 എന്ന് വിളിക്കാം. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? നമ്മൾ ഉപയോഗിക്കാൻ പോണ ഇക്വേഷൻ ഇതാണ്. s=ut + ½at². ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൈനമാറ്റിക്സിന്റെ ഇക്വേഷൻ. ഇവിടെ എസ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? x - x=x - അതായത് പൊസിഷൻ അറ്റ് ടൈം t=0. പക്ഷേ പൊസിഷൻ അറ്റ് ടൈം t=0 ആണല്ലോ. ടോപ്പ് ഓഫ് ദ ക്ലിഫ് എന്നാണ് നമ്മൾ പൊസിഷൻ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ഓഫ് ദ ക്ലിഫിന്റെ പൊസിഷൻ 0 ആണ്. അപ്പോൾ അതായത് x0 ആണ്. അപ്പോൾ നമ്മുടെ എസ് തന്നെയാണ് എക്സ്. ഡിസ്പ്ലേസ്മെന്റും പൊസിഷനും സെയിം ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ പൊസിഷനെ x1 എന്ന് വിളിക്കുക. ഈ x1 തന്നെയാണ് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റും. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് 20 meters per second ആണ്. അത് മുകളിലേക്കാണ്. അപ്പൊ മുകളിലത്തെ ഡയറക്ഷൻ പോസിറ്റീവ് അല്ലേ. അപ്പൊ 20t plus ½ plus half into acceleration due to gravity -10 ആണ്. കാരണം ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആണ്. അതായത് x1 is equal to 20t minus 5t². ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ. ഡിസ്പ്ലേസ്മെന്റും പൊസിഷനും സെയിം ആണ്. ഇനി രണ്ടാമത്തെ പാർട്ടിക്കിൾ
രണ്ടാമത്തെ പാർട്ടിക്കിളിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അതിന് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ x2 ഈസ് ഈക്വൽ ടു യു എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു -10. ഇനി രണ്ടാമത്തെ പാർട്ടിക്കിളിനെ നമ്മൾ എറിയണത് രണ്ടാമത്തെ പാർട്ടിക്കിളിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്യണത് ആദ്യത്തെ പാർട്ടിക്കിളിനെ എറിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അത് അതായത് ആദ്യത്തെ പാർട്ടിക്കിൾ എറിഞ്ഞിട്ട് t' സമയം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ പാർട്ടിക്കിളിനെ ഡ്രോപ്പ് ചെയ്യണമെന്ന് വെക്കുക. അതായത് ലെറ്റ് the time after which the second stone is dropped be t' seconds കേട്ടോ. അപ്പോൾ ഈ ആദ്യത്തെ കല്ല് t സെക്കൻഡ്സിൽ മോഷനിലാണെങ്കിൽ രണ്ടാമത്തെ കല്ല് t-t' സെക്കൻഡ്സിലെ മോഷനിലായിട്ടിരിക്കുള്ളൂ. കാരണം അത് t' സമയം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കല്ലിനെ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദി സെക്കൻഡ് സ്റ്റോൺ ഹാസ് ബീൻ ഇൻ മോഷൻ ഓൺലി ഫോർ എ ടൈം ഇന്റർവെൽ ഓഫ് t-t' സെക്കൻഡ്സ് വൈൽ ദ ഫസ്റ്റ് സ്റ്റോൺ ഹാസ് ബീൻ ഇൻ മോഷൻ ഫോർ എ പീരിയഡ് ഓഫ് t സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ക്രോസ് ചെയ്യണമെങ്കിൽ, അതായത് ആദ്യത്തെ കല്ലും രണ്ടാമത്തെ കല്ലും ക്രോസ് ചെയ്യണമെങ്കിൽ x1 x2 സെയിം ആയിരിക്കണം. ഇഫ് the stones are to cross, x1 should be equal to x2. അതായത് 20t minus 5t squared is equal to ഇവിടെ -10 divided by 2 എന്ന് പറഞ്ഞാൽ -5. -5 times t minus t' the whole squared. അപ്പോൾ ഒരു 5 നമുക്ക് ക്യാൻസൽ ചെയ്യാം ലെഫ്റ്റ് നിന്നും റൈറ്റ് നിന്നും. അപ്പോൾ 5നെ ഒരു ഫാക്ടർ ഓഫ് 5 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇതെന്ത് വരും? ഇത് 4t minus t squared is equal to -t minus t' squared എന്ന് കിട്ടും. അപ്പോൾ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ മൈനസ് സൈനെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, t squared minus 4t is equal to, ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം, t squared minus 2t plus t' squared. അപ്പോൾ ഒരു t സ്ക്വയർഡും ഇവിടുന്ന് ഒരു t സ്ക്വയർഡും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു t സ്ക്വയർഡും റൈറ്റ് സൈഡിൽ നിന്ന് ഒരു t സ്ക്വയർഡും ക്യാൻസൽ ആവും. എന്നിട്ട് നമ്മൾ ഈ 2t' നെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 2t' minus 4t is equal to t' squared എന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു 2t കോമൺ ആയിട്ട് എടുക്കുക. 2t minus t' minus 2 is equal to t' squared എന്ന് കിട്ടും. അതായത് t is equal to t' squared divided by 2 times t' minus 2 എന്ന് കിട്ടും. അപ്പൊ ഇതാണ് t' ടിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, ഇനി t' 1 സെക്കൻഡ് ആവാം, 1 സെക്കൻഡ് ലേറ്റർ കേട്ടോ, 1 സെക്കൻഡ് ആവാം, 2 സെക്കൻഡ് ആവാം, 3 സെക്കൻഡ് ആവാം. ഓക്കെ, ഇത് 1 സെക്കൻഡ് ആണെങ്കിൽ ഇഫ് t' equal to 1 second,
ടി ഈസ് ഈക്വൽ ടു ഇതാണ് 1. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 2 ഇസ് -1. അപ്പോൾ -½ എന്ന് കിട്ടും. അതിന് സാധ്യതയില്ല, കാരണം നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൈം ടി ഈക്വൽ ടു 0 നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ടി ഈക്വൽ ടു 0 മുമ്പിലത്തെ സമയം നമുക്കില്ല, കാരണം നമ്മൾ ടി ഈക്വൽ ടു 0 മുതലേ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ടി ഈക്വൽ ടു 0 നമ്മുടെ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സമയം നമ്മൾ നോക്കുള്ളൂ. ഞാൻ ഇതിനു മുമ്പിലത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ മാതിരി ഇതിനൊരു മീനിങ് ഉണ്ട് കേട്ടോ. അതായത് ടി ഈക്വൽ ടു മൈനസ്, അതായത് ടി ഈക്വൽ ടു -½ സെക്കൻഡ്സ് ആവുമ്പോ ഇവര് ഈ ഫസ്റ്റ് പാർട്ടിക്കിളും സെക്കൻഡ് പാർട്ടിക്കിളും ക്രോസ് ചെയ്യണമെന്നാണ് പറയണത്. അത് നമ്മുടെ സിറ്റുവേഷൻസിലല്ല. ഈ ഇക്വേഷൻ അതൊന്നും അറിയില്ല. നമ്മൾ എപ്പോഴാണ് നമ്മുടെ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും നമ്മുടെ ഈ രണ്ട് ഇക്വേഷൻസിന് അറിയില്ല. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതേമാതിരിയുള്ള പ്രോബ്ലത്തിനെ പറ്റി അവിടെ പറഞ്ഞ മാതിരിയാണ് ഇവിടെ ഞാൻ പറയാൻ പോണത്. അതായത് ഈ കല്ലിനെ, രണ്ടാമത്തെ കല്ലിനെ ഇവിടുന്ന് ഡ്രോപ്പ് ചെയ്തിരിക്കില്ലേ, ആദ്യത്തെ കല്ലിനെ നമ്മൾ ഇവിടുന്ന് 20 മീറ്റേഴ്സ് പെർ സെക്കൻഡിൽ എറിഞ്ഞിരിക്കില്ലേ ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തിട്ട്. അത് ഈ ഇക്വേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ 20 മീറ്റേഴ്സ് പെർ സെക്കൻഡിലേക്ക് ഇവിടുന്ന് എറിഞ്ഞു എന്നൊന്നും അതിനറിയില്ല. അതായത് ഇവിടെ ഈ ടോപ്പ് ഓഫ് ദ ടവറിൽ ആദ്യത്തെ കല്ലിന് 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആയിരുന്നു ഇനീഷ്യൽ വെലോസിറ്റി, രണ്ടാമത്തെ കല്ലിന് 0 ആയിരുന്നു ഇനീഷ്യൽ വെലോസിറ്റി. അത് ഇവിടുന്ന് ആരെങ്കിലും എറിഞ്ഞത് കൊണ്ടും ആവാം അല്ലെ. ഇവിടുന്ന് രണ്ടാമത്തെ കല്ലിനെ ഇവിടെ എറിയുമ്പോൾ അത് മുകളിലെത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആവില്ലേ, അങ്ങനെയാവാം. അതേമാതിരി ആദ്യത്തെ കല്ലിനെ ആരോ താഴെ നിന്ന് എറിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോൾ അതിന്റെ വെലോസിറ്റി 20 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആയതായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൊല്യൂഷൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു റെലവന്റ് സൊല്യൂഷൻ അല്ല, കാരണം നമ്മൾ ടി ഈക്വൽ ടു 0 നിന്നാണ് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതൊരു ടോട്ടലി മീനിങ്ലെസ് സൊല്യൂഷൻ ഒന്നും അല്ല. ഞാൻ പറഞ്ഞ മാതിരി ഇതിന് ഒരു അർത്ഥമൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇതിപ്പോ ആവശ്യമില്ല, ഇത് ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പോസിബിലിറ്റി എന്താണത്? 2 സെക്കൻഡ് ആണെങ്കിൽ ഓക്കെ, ഇഫ് ടി ഡാഷ് ഈക്വൽ ടു 2 seconds, if t dash equal to 2 seconds, ഇവിടെ t dash equal to 2 എന്ന് പറഞ്ഞാൽ t equal to infinity കിട്ടും. അപ്പൊ t is equal to infinity-യില് t infinity ആവുമ്പോൾ രണ്ടും ക്രോസ് ചെയ്യണമെന്നാണ് പറയണത്. അതും t is equal to infinity ഒരു പ്രോപ്പർ നമ്പർ അല്ല, ഒരു ഇൻഫിനിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു പ്രോപ്പർ നമ്പർ അല്ല. പക്ഷെ അത് എങ്ങനെ നമുക്കൊരു മീനിങ് ഉണ്ടാക്കുക? നമ്മൾ അതിനെ എടുക്കാൻ പോകില്ല, എന്നാലും നമുക്ക് അതിനെ എങ്ങനെ മീനിങ് എടുക്കുക? ഇവിടെ ഫോർ എക്സാമ്പിൾ എവിടെയാണത്? ഇവിടെ ഈ ഇക്വേഷൻ നോക്കൂ. ഈ ഇക്വേഷനിലെ ടി ഇൻഫിനിറ്റി ആവുമ്പോൾ ഈ 5t² എന്ന് പറയുന്ന ടേം ഈ 20t-നെക്കാട്ടിലും വളരെ വലുതായിരിക്കും അല്ലെ. ടി ഇൻഫിനിറ്റി ആവുമ്പോൾ t² വിൽ ബി വെരി 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 മച്ച് ലാർജർ ദാൻ ദ ടി ടേം. അപ്പൊ ഇത് വന്നിട്ട് ഈ ഇക്വേഷൻ വന്നിട്ട് -5t². ഇവിടെ ടി ഇൻഫിനിറ്റിക്ക് പോയാൽ ടി ഡാഷിനൊക്കെ ഇഗ്നോർ ചെയ്യുക. ടി ഡാഷ് 2 seconds അല്ലേ, അതിനൊക്കെ ഇഗ്നോർ ചെയ്താൽ റൈറ്റ് സൈഡിലും -5t² കിട്ടും, ലെഫ്റ്റ് സൈഡിലും -5t² കിട്ടും. അപ്പൊ രണ്ട് പാർട്ടിക്കിളുടെയും ഇക്വേഷൻ ഓഫ് മോഷൻ സെയിം ആണ്, അപ്പൊ ക്രോസ് ചെയ്യും അല്ലേ. ഇതിന്റെ ഇക്വേഷൻ ഈ 20t-നെ ഇഗ്നോർ ചെയ്താൽ ഇത് -5t² കിട്ടും. ഇവിടെ ടി ഇൻഫിനിറ്റി ആകുമ്പോൾ ടി ഡാഷിനെ ഇഗ്നോർ ചെയ്താൽ ഇതും -5t² കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി ഒരു സൊല്യൂഷൻ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു സൊല്യൂഷൻ അല്ല, ബിക്കോസ് ടി ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു മീനിങ് ഫുൾ നമ്പർ അല്ല. എന്നാലും ഇതിനൊരു അർത്ഥമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരികയാണ്. ഓക്കെ, അപ്പൊ ഇതും വേണ്ട. ഓക്കെ, ഇഫ് ടി ഡാഷ് ഇസ് ഈക്വൽ ടു t seconds, t is infinity. ഇനി അടുത്ത സൊല്യൂഷൻ, t dash equal to 3 seconds. If t dash equal to 3 seconds, t is equal to 3, t dash 3 അല്ലേ, അപ്പൊ 9 divided by 2 into 3 minus 2, 1. അതായത് 9/2. അതായത് ടി ഈസ് ഈക്വൽ ടു 4.5 seconds. ഇതൊരു വാലിഡ് സൊല്യൂഷൻ. നമ്മൾ കല്ല് എറിഞ്ഞതിന് ശേഷം 4.5 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ കല്ല് മുകളിൽ പോയിട്ട് താഴെ വരും, എന്നിട്ട് അതും രണ്ടാമത്തെ കല്ലും ക്രോസ് ചെയ്യും. അതെന്താ ക്രോസ് ചെയ്യണത്? രണ്ടാമത്തെ കല്ല്
അതിനെ ഡ്രോപ്പ് ചെയ്യല്ലേ. അപ്പൊ ഇതിനെ മുകളിലേക്ക് എറിയുമ്പോൾ അത് തിരിച്ചു വരുമ്പോഴും ഇവിടെ -20 മീറ്റേഴ്സ് പെർ സെക്കൻഡിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ -20 മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് ഇത് താഴേക്ക് പോണത് തിരിച്ചു വന്ന് കഴിച്ച്, അതായത് ഇത് മുകളിൽ പോയിട്ട് തിരിച്ചു വരാൻ ശേഷം. മറ്റേ കല്ല് അപ്പോ മറ്റേ കല്ലിനെക്കാട്ടിലും അപ്പോ അതുകൊണ്ടാണ് ഈ ആദ്യത്തെ കല്ല് ഇതിനെ ക്രോസ് ചെയ്യാൻ പറ്റണത്. കാരണം ഇത് മുകളിൽ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്ത കല്ല് 0 വെലോസിറ്റി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. രണ്ടാമത്തെ കല്ല് രണ്ടാമത്തെ കല്ല് 1 സെക്കൻഡ് കഴിഞ്ഞിട്ടല്ല 3 സെക്കൻഡ് കഴിഞ്ഞിട്ടേ ഡ്രോപ്പ് ചെയ്യുള്ളൂ. അപ്പൊ ആ സമയം ഈ ആദ്യത്തെ കല്ലിനൊരു അഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല ഇത് തിരിച്ചിവിടെ വരുമ്പോൾ അതിനൊരു വെലോസിറ്റി, ഇതിന് താഴേക്ക് ഇവിടെ തിരിച്ചെത്തുമ്പോൾ അതിനുള്ള വെലോസിറ്റി -20 മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഈ രണ്ട് അഡ്വാൻറ്റേജും കൊണ്ടാണ് ഈ ആദ്യത്തെ കല്ല് രണ്ടാമത്തെ കല്ലിനെ ക്രോസ് ചെയ്യാൻ പറ്റണത്. ഓക്കെ, അതായത് ആദ്യത്തെ കല്ല് കൂടുതൽ മുകളിലേക്ക് പോകാൻ സമയം എടുത്താലും കൂടി അത് ക്രോസ് ചെയ്യാനുള്ള കാരണം ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ t=4.5 സെക്കൻഡ്സ് കഴിഞ്ഞാൽ t=4.5 സെക്കൻഡ്സിൽ ആദ്യത്തെ കല്ലിന്റെ പൊസിഷനും രണ്ടാമത്തെ കല്ലിന്റെ പൊസിഷനും സെയിം ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റും സെയിം ആയിരിക്കും. കാരണം രണ്ടിന്റെയും സ്റ്റാർട്ടിംഗ് പൊസിഷൻ 0 ആണ്. ഇനി എപ്പോഴാണ് ഓക്കെ ചോദിച്ചിരിക്കുന്നതാണ് വേർ, ഇഫ് സോ വേർ, എവിടെയാണ് ക്രോസ് ചെയ്യണമെന്ന്. അപ്പൊ നമുക്കത് വേർ കണ്ടുപിടിക്കാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നമുക്ക് ആ t=4.5 സെക്കൻഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതപ്പോ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ 5 × t-t² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് x2 when t=4.5 seconds, x2 -5, t എത്രയാണ് 4.5, t' എത്രയാണ് 3 സെക്കൻഡ്സ്. കാരണം ഇത് 3 സെക്കൻഡ്, t' 3 സെക്കൻഡ് ആകുമ്പോഴല്ലേ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ this is equal to സ്ക്വയർഡ് ഉണ്ട് കേട്ടോ, -5. ഇത് 1.5, 4.5 - 3 പറഞ്ഞാൽ 1.5, 1.5 പറഞ്ഞാൽ 3/2. അപ്പോൾ this is equal to 9/4. That is -45/4. ഇതിനെ ഇവാലുവേറ്റ് ചെയ്താൽ നമുക്ക് -11.25 മീറ്റേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോ the stones cross at a position 11.25 meters from the top of the tower, below the top of the tower. Okay, അപ്പോ ഇതാണ് ഒരു സൊല്യൂഷൻ. പിന്നെ ടൈം വന്നിട്ട് ഇതാണ്. So the two stones will cross each other at a time of 4.5 seconds if the second stone is dropped 3 seconds after the first stone is thrown, and they will cross each other at a position -11.25 meters. That means a height of 11.25 meters from the top of the tower. അതായത് ഇവിടുന്ന് 11.52 meters താഴെ, ഓക്കെ, 11.25 meters ഫ്രം ദ ടോപ്പ് ഓഫ് ദ ടവർ അവിടെ മീറ്റ് ചെയ്യും. അതായത് ഇപ്പം ഞാനത് വരയ്ക്കുകയാണെങ്കിൽ ഇത് 100 meters ആണല്ലോ. 100 meters ആകുമ്പോൾ 11.25 meters ഒക്കെ വളരെ അടുത്തായിരിക്കും അല്ലേ, ഇതിനെക്കാട്ടിലും വളരെ അടുത്തായിരിക്കും. ഈ ഡിസ്റ്റൻസ് 11.25 meters. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്രാഫ് കാണാം. ഇതാ ഇതിന്റെ ഗ്രാഫ്. ഇപ്പൊ ആദ്യത്തെ കല്ല് ഇതാണ്, ഇത് ഫസ്റ്റ് സ്റ്റോൺ. ഇത് സെക്കൻഡ് സ്റ്റോൺ. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റോണിനെ നമ്മൾ മുകളിൽ കയറിയാണ്. അപ്പൊ അത് മുകളിൽ പോയി 20 meters വരെ പോണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക, വെരിഫൈ ചെയ്യുക. ആദ്യത്തെ കല്ല് 20 meters വരെ മുകളിൽ പോണ്ട്. എന്നിട്ട് അത് തിരിച്ചു വരികയാണ്. എന്നിട്ട്
ഈ രണ്ടാമത്തെ കല്ല് 3-ാമത്തെ സെക്കൻഡിലേ താഴെ വരാൻ തുടങ്ങുള്ളൂ. 3 സെക്കൻഡ് വരെ അത് ടോപ്പ് ഓഫ് ദി ടവർ തന്നെ ഇരിക്കണം. 0 എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദി ടവർ ആണ്. 3-ാമത്തെ സെക്കൻഡ് വരെ അത് ടവറിന്റെ ടോപ്പ് തന്നെ ഇരിക്കണം. 3 സെക്കൻഡ് കഴിയുമ്പോൾ അത് താഴെ വരാൻ തുടങ്ങും. ഓക്കെ, അതിനെ ഡ്രോപ്പ് ചെയ്തിരിക്കണം. അപ്പോ എന്നിട്ട് ഈ 4.5 സെക്കൻഡ്, ഇത് 4.5 സെക്കൻഡ് ആണ് കേട്ടോ. 4.5 4.5 സെക്കൻഡിൽ ഇവർ ക്രോസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ആദ്യത്തെ കല്ലും രണ്ടാമത്തെ കല്ലും 4.5 സെക്കൻഡിൽ ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് വന്നിട്ട്, അതായത് ടോപ്പ് ഓഫ് ദ ടവർ വന്നിട്ട് ഈ പോയിന്റ് വന്നിട്ട് ഇതവിടെ അത് -11.25 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ. വേറൊരു പ്രോബ്ലമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ശരി.